എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറി ഉണ്ടാക്കാം. 1/2 കിലോ മട്ടൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച്, എല്ലോട് കൂടിയ കഷ്ണങ്ങളാണ്, ചെറുതായി മുറിച്ച് കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ട്. മട്ടൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞതെടുക്കാം. ഒരു 20 ചെറിയുള്ളി എടുക്കാം. ഒരു 20 വെളുത്തുള്ളി എടുക്കാം. ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി എടുക്കാം. എരിവിന് വേണ്ടി ഒരു 4 മുതൽ 6 7 പച്ചമുളക് എടുക്കാം. അത് ഓരോരുത്തരുടെ ഒരു സ്പൈസ് ലെവൽ അനുസരിച്ച് മാറ്റാം. ഒരു വലിയ പഴുത്ത തക്കാളി എടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇതിനു വേണ്ടി. ഏറ്റവും ഈസി ആയിട്ടാണ് നമ്മൾ മട്ടൻ കറി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കശ്മീരി മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നുള്ളവർക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കാം. ഈ വെളിച്ചെണ്ണയിൽ ഈ പൊടികളെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ പൊടികൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചെറിയ തീയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ടാവും, നല്ലൊരു മണം കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതേ കുക്കറിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം നന്നായി പോയിട്ടുള്ള മട്ടൻ ആയിരിക്കണം. മട്ടൻ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ആദ്യത്തെ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള ഒരു 3-4 വിസിൽ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിലിട്ടതിന് ശേഷം വേവിച്ചെടുക്കാം. മട്ടനൊക്കെ വേവ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വിസിൽസ് കൂട്ടാം. മട്ടൻ നല്ല സ്ലോ കുക്ക് ചെയ്ത് വരുമ്പോഴാണ് നല്ല സോഫ്റ്റും ജ്യൂസി ആയി കിട്ടുന്നത്. അപ്പോൾ ഇത് അടച്ച് വെച്ച് കറി നല്ലപോലെ മട്ടനെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ചെറിയ തീയിൽ വെച്ച് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കളറ് കറിയുടെ മാറിയിട്ടുണ്ടാവും. നേരത്തെ ഉണ്ടായതിനെക്കാട്ടും നല്ലൊരു കളറ് വന്നിട്ടുണ്ടാവും. അതുപോലെ ആ ഒരു മസാല നല്ല റോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ടാവും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ കുറച്ച് നേരം വെച്ച് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച് ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കറിവേപ്പിലയും ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ല വ്യത്യാസം ഉണ്ടാവും. മട്ടൻ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അതിൽ ചാറ് കുറവായിരിക്കും. ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഏകദേശം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ലിമിറ്റഡ് സ്റ്റെപ്പിൽ വെക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു കറിയാണിത്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല, പൊറോട്ട, ചപ്പാത്തി, അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഈ കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്